പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ കരാറിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയിലാണ്. ട്രംപ് തന്നെ പറയുന്നത് അത് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ അത്യാസന്ന നിലയിൽ എന്നാണ് പറയുന്നത്. അതേസമയം ഇറാൻ സൈന്യം തനിമ്പിന് പിന്നോട്ടില്ല, അടിച്ചാൽ തിരിച്ചടിക്കാൻ റെഡി എന്ന് പറഞ്ഞ് അവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ബാക്ക് ടു മിസൈലുകൾ, ബാക്ക് ടു അസമാധാനം, ബാക്ക് ടു സങ്കടകാലത്തിലേക്കൊക്കെ പോക്കെന്ന് കരുതേണ്ടി വരുമോ ജെയിംസ്? കാശ്മീർ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപ് സമാധാനത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുമ്പോഴും ട്രംപ് തന്നെ പറയുന്നു പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ വെന്റിലേറ്ററിലാണ്. ഇറ്റ്സ് വിത്ത് ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം, ജീവൻ രക്ഷാ സാമഗ്രികളുടെ സഹായത്തോടെയാണ് ഇത് നിലനിൽക്കുന്നത്. അത് വെന്റിലേറ്ററിലാണ്, അത്യാസന്ന നിലയിലാണ്. വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഇറാനിൽ കയറി അമേരിക്ക ആക്രമിക്കാം. അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടി രൂക്ഷമായിരിക്കുമെന്ന് ഇറാൻ പറയുന്നുണ്ട്. കരയുദ്ധം വല്ലതും ആരംഭിച്ചാൽ ഇറാന്റെ സൈന്യം സജ്ജമാണെന്ന് അവിടുത്തെ പാർലമെന്ററി കാര്യ സ്പീക്കർ മുഹമ്മദ് കാലിബാഫ് പറയുന്നു. അപ്പോൾ ആ തരത്തിൽ വീണ്ടും സംഘർഷം ഉരുണ്ടുകൂടിയാണ്. ചൈന ഇടപെട്ട് അതിശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട് ചൈന ഇടപെടണം. പ്രത്യേകിച്ച് ചൈനയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ 14-15 തീയതികളിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശനം നടത്തുകയാണ്. അവിടുത്തെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. അപ്പോൾ അതിനു മുമ്പ് സമാധാനം കൊണ്ടുവരാനാണ് ഇരുകൂട്ടരും തമ്മിൽ ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഏതാണ്ട് പരാജയപ്പെട്ടിരിക്കുന്നു, ചൈന രംഗത്തിറങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ച പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലെത്തുമോ എന്നാണ് അറിയേണ്ടത്. ആ തരത്തിലുള്ള നീക്കങ്ങൾ നടന്നു വരുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഒരു ഭാഗത്ത് സംഘർഷത്തിലേക്ക്, മറുഭാഗത്ത് തിരക്കിട്ട ചർച്ചകളിൽ പ്രശ്നങ്ങൾ തീർക്കാൻ അണ്വായുധം നിർമ്മിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകില്ലെന്ന് പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉറപ്പ് ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒടുവിൽ ഹോർമോസ് കടലിടുക്ക് തുറന്നാൽ മതി, അത് തുറന്നാൽ പ്രശ്നം തീരുമെന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇറാന്റെ മറുപടി തള്ളിക്കൊണ്ടാണ് ട്രംപ് ഈ മണിക്കൂറുകളിൽ രംഗത്ത് വന്നിട്ടുള്ളത്. ഹാഷ്മി, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.